ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോസിൽ നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആയിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്ക് നല്ല ശീലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തലേന്ന് രാത്രി തന്നെ നമ്മൾ നാളെ മോർണിംഗേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നാളെ മോർണിംഗ് എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് തലേന്ന് രാത്രി തന്നെ നമ്മൾ റെഡിയാക്കി വെക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബെഡിൻ്റെ അടുത്ത് വെക്കാതെ കുറച്ച് അപ്പുറത്തേക്കായിട്ട് മാറ്റി വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സമയത്ത് എണീക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ രാവിലെ അലാറം എണീക്കുമ്പോൾ എണീക്കുന്നതും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ട് കിടക്കുക എന്നുള്ളതാണ്. തലേന്ന് രാത്രി തന്നെ നമ്മളത് വിഷ്വലൈസ് ചെയ്ത് കിടക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കൃത്യസമയത്ത് ഉണരുകയും കൃത്യസമയത്ത് ഉറങ്ങുകയും ചെയ്യുക. അത് അറ്റ്ലീസ്റ്റ് ഒരു 1 മന്തെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഒരാഴ്ചയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും. കറക്റ്റ് സമയത്ത് ഉണരുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, ആ ഒരു കറക്റ്റ് സമയം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉണരുന്നതിൻ്റെ ഒരു 1 അവർ മുന്നെങ്കിലും എണീക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരിക്കും. അതല്ല, കുട്ടികളോട് കൂടെയാണ് നമ്മൾ ഉണരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു മോർണിംഗ് ഒരു ബിസി മോർണിംഗ് ആയിട്ട് മാറും. പിന്നെ അടുത്തതായിട്ട് രാവിലെ നമുക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ജേണൽ എഴുതാൻ വലിയ താല്പര്യമാവും. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക. ചില ആൾക്കാർക്ക് എനിക്ക് റുട്ടീൻ ചെയ്യാനാവും ഇഷ്ടം. അപ്പോൾ നമുക്ക് രാവിലെ എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തുടങ്ങാം. എൻ്റെ കാര്യത്തിൽ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിസ്കാരവും പ്രയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കപ്പ് കോഫി കൊണ്ട് കുറച്ച് സമയം ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം കുടിക്കുന്നതിൻ്റെ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് വെള്ളം ആവശ്യമാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ, വർക്ക് പ്ലേസ് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാവട്ടെ അല്ലെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഡെഡ് ലൈൻ ഇട്ടിട്ടുള്ള ടു ഡു ലിസ്റ്റാണ്. അതായത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിന് ഡെഡ് ലൈൻ ഇട്ടിട്ടുള്ളൊരു ടു ഡു ലിസ്റ്റ് ആയിരിക്കണം. കറക്റ്റ് സമയത്ത് ഇന്ന സമയത്ത് ഉണരുക, ഇന്ന സമയത്ത് ഉറങ്ങുക, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇത്ര സമയത്തിനുള്ളിൽ ലഞ്ച് കഴിക്കണം, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ള നമ്മൾ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കണം. അതിനൊക്കെ ഒരു ഡെഡ് ലൈൻ ഇട്ടിട്ടുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രകടമായിട്ടുള്ളൊരു മാറ്റം, ലൈഫ് ചേഞ്ച് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്